ലോകകപ്പ് ഫുട്ബോളിന് സൗദി ഒരുങ്ങുന്നത് തന്നെ വിസ്മയ കാഴ്ച. 11 സ്റ്റേഡിയങ്ങൾ മാത്രമല്ല, പുതിയ നഗരങ്ങളും നിർമ്മിക്കുന്നു. ഫിഫയുടെ സമ്പത്ത് കുമിഞ്ഞുകൂടും. ലോകം സൗദിയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ദിനങ്ങൾ. ഖത്തറിന് ശേഷം മറ്റൊരു ഗൾഫ് രാജ്യം കൂടി ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കാൻ ബൂട്ട് കെട്ടുന്നു. കഴിഞ്ഞ ദിവസമാണ് 2034 ലോകകപ്പ് ഫുട്ബോൾ സൗദിയിൽ വെച്ച് നടക്കുമെന്ന പ്രഖ്യാപനം ഫിഫ നടത്തിയത്. ആഗോള സ്പോർട്സ് ഹബ് ആവുക എന്ന ലക്ഷ്യത്തോടെ ഓരോ ചുവടും നീക്കുന്ന സൗദിയുടെ ഏറ്റവും വലിയ കാൽവെപ്പായി മാറും ലോകകപ്പ് ആതിഥേയത്വം. സൗദിയെ 10 വർഷങ്ങൾക്ക് ശേഷമുള്ള ലോക ഫുട്ബോൾ മാമാങ്കത്തിന് തിരഞ്ഞെടുക്കാൻ ഫിഫയെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. സൗദിക്കൊപ്പം ഫിഫയ്ക്ക് കൃത്യമായ ലക്ഷ്യങ്ങളും പദ്ധതികളും ഉണ്ടെന്നാണ് സൂചന. ഫിഫ മുന്നോട്ട് വെച്ച അടിസ്ഥാന കണക്കുകളൊക്കെയും ബഹുദൂരം മറികടക്കുന്ന നിലയിലേക്ക് സൗദിയിലെ ടൂർണമെന്റ് നേട്ടങ്ങൾ കൊണ്ടുവരുമെന്ന കണക്കുകൂട്ടലും ഈ തീരുമാനത്തിന് ആക്കം കൂട്ടി. സൗദി ലോകകപ്പിൽ നിന്നുള്ള ടിക്കറ്റ്, ഹോസ്പിറ്റാലിറ്റി വരുമാനങ്ങൾ അടിസ്ഥാന നിലവാരത്തേക്കാൾ 32% കവിയുമെന്നാണ് ഫിഫ പ്രവചിക്കുന്നത്. അതായത് 2036 കോടി രൂപ അധിക വരുമാനം ഇവയിൽ നിന്ന് മാത്രം സൗദി ലോകകപ്പ് നൽകുമെന്ന് ഫിഫ കണക്കുകൂട്ടുന്നു. രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനവും പ്രീമിയം സൗകര്യങ്ങൾ നൽകാനുള്ള കഴിവും വരുമാനം ഗണ്യമായി ഉയർത്തും. സൗദിയിൽ ടൂർണമെന്റ് നടത്തുമ്പോൾ ഉണ്ടായേക്കാവുന്ന അധിക വരുമാനത്തിന്റെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ കണക്കുകൾ കൂടി ഗൾഫ് രാജ്യത്തിന് തുണയായി എന്ന് വേണം പറയാൻ. വലിയ വാണിജ്യ സാധ്യതകൾ തന്നെ തുറന്നിടുന്ന ലോകകപ്പിന് സൗദി അനുയോജ്യമാണെന്ന് ഫിഫ വിലയിരുത്തി. ടിക്കറ്റ്, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയവയിലെ അധിക വരുമാനത്തിനൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ടൂർണമെന്റ് നടത്താൻ കഴിയുമെന്നതാണ് ഫിഫയെ ആകർഷിച്ച ഘടകങ്ങൾ. ലോകകപ്പ് മത്സരങ്ങൾ കാണാൻ സൗദിയിലെത്തുന്ന ഫുട്ബോൾ ആരാധകർക്കും കോർപ്പറേറ്റ് പങ്കാളികൾക്കും ഒരുപോലെ പല നിരക്കുകളിൽ പ്രീമിയം സൗകര്യങ്ങൾ നൽകാനുള്ള പ്രപ്പോസലുകൾ ഇത്തവണത്തെ അപേക്ഷയ്ക്ക് ഒപ്പം സൗദി സമർപ്പിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ ഫിഫ അധികൃതർ സമ്പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. ഇവയ്ക്ക് പുറമെ റീറ്റെയിലിംഗ്, ഭക്ഷണപാനീയ വിൽപ്പന തുടങ്ങി വേറെയും വരുമാന സാധ്യതകൾ ലോകകപ്പ് തുറന്നിടുന്നുണ്ട്. കായിക മേഖലയിലും ആഗോള സ്പോർട്സ് ഹബ് എന്ന നിലയിലേക്കും സൗദിയുടെ വളർച്ച ഫിഫയും ഏറെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത് എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ലോകകപ്പ് വേദി അനുവദിക്കാനുള്ള തീരുമാനം. കൂടാതെ ലോകകപ്പിലെ ഏറ്റവും വലിയ വരുമാനമായി മീഡിയ, മാർക്കറ്റിംഗ് കാര്യങ്ങളുടെ വിഷയത്തിലും സൗദി സമർപ്പിച്ച അപേക്ഷ ഫിഫയുടെ കണക്കുകൂട്ടലുകൾ മറികടക്കുന്നതാണ്. ആ സൗദി ലോകകപ്പിൽ ഏതാണ്ട് 10% അധിക പ്രേക്ഷകർ ലോകകപ്പ് ലൈവായി കാണാൻ ഉണ്ടാവുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ലോകകപ്പിന് സൗദിയെ വേദിയാക്കാൻ ഇവയ്ക്കൊക്കെ പുറമെ പ്രധാന കാരണമായി കണക്കാക്കുന്നത് കുറഞ്ഞ ചെലവിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ സൗദിക്ക് കഴിയുമെന്നതാണ്. ഇതിലൂടെ ചെലവ് കുറച്ച് വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ഫിഫ കരുതുന്നു. ബജറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഉയർന്ന നിലവാരത്തിലുള്ള വേദികൾ സൗദിക്ക് നിർമ്മിക്കാൻ കഴിയുമെന്നതും മറ്റൊരു നേട്ടമാണ്. ഇവയൊക്കെയും ഗൾഫ് രാജ്യത്തിന് അനുകൂലമായി എന്ന് വേണം വിലയിരുത്താൻ. സൗദിയിൽ ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന വിവിധ സ്റ്റേഡിയങ്ങളുടെ പേരുകൾ സൗദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. റിയാദ്, ജിദ്ദ, അൽഖോബാർ, അബഹ, നിയോം എന്നീ നഗരങ്ങളിലെ 11 സ്റ്റേഡിയങ്ങളിലാണ് ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുക. 3 സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. രാജ്യത്ത് നിലവിലുള്ള 2 വലിയ സ്റ്റേഡിയങ്ങൾ പുതുക്കിപ്പണിയും. കിങ് സൽമാൻ ഇന്റർനാഷണൽ സ്റ്റേഡിയം പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയമാകും ഇത്. നിയോമിൽ പുതിയൊരു നഗരം തന്നെയാണ് സൗദി നിർമ്മിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏതായാലും ഫിഫയെ മാത്രമല്ല, ലോകത്തെ ഒന്നടങ്കം വിസ്മയിപ്പിക്കാൻ ഒരുങ്ങുന്ന സൗദിയെക്കുറിച്ചുള്ള വാർത്തകളാകും ഇനി നമ്മെ കാത്തിരിക്കുന്നത്.